തുർക്കി ഭരണകൂടത്തിനെതിരായ 40 വർഷത്തെ സായുധ പോരാട്ടം അവസാനിപ്പിക്കുമെന്ന പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കി കുർദിഷ് PKK വടക്കൻ ഇറാഖി നഗരമായ സുലൈമാനിയിൽ നടന്ന പ്രതീകാത്മക നിരായുധീകരണത്തിലൂടെ ജനാധിപത്യ രാഷ്ട്രീയത്തിലേക്കുള്ള പരിവർത്തനത്തിനാണ് അബ്ദുള്ള ഒജലാന്റെ കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടി ലക്ഷ്യമിടുന്നത്. 26 വർഷമായി ഏകാന്ത തടവിൽ കഴിയുന്ന ഒജലാന്റെ ആഹ്വാനത്തെ തുടർന്ന് മെയ് മാസത്തെ പാർട്ടി കോൺഗ്രസിലാണ് PKK പിരിച്ചുവിട്ടത്. ഇറാഖി കുർദിസ്ഥാൻ വേദിയായ ഔപചാരിക ചടങ്ങുകളിൽ 40 സായുധ പോരാളികളും ഒരു കമാൻഡറും അടങ്ങിയ സംഘം പ്രതീകാത്മകമായി ആയുധങ്ങൾ താഴെവെച്ചു. 40 വർഷം നീണ്ട തുർക്കി കുർദ് ആഭ്യന്തര പോരാട്ടത്തിന് അവസാനം കുറിക്കുന്നതിനുള്ള ആദ്യ ചുവടുവയ്പ്പായിരുന്നു ഇത്. കനത്ത സുരക്ഷയിൽ നടന്ന ചടങ്ങിൽ മാധ്യമങ്ങൾക്കും പ്രവേശനമുണ്ടായിരുന്നു. ടർക്കിഷ് ഇറാഖി രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരും കുർദിസ്ഥാൻ പ്രാദേശിക ഭരണകൂടത്തിന്റെ പ്രതിനിധികളും തുർക്കിയിലെ കുർദിഷ് അനുകൂല പ്രതിപക്ഷമായ DEM പാർട്ടിയിലെ മുതിർന്ന അംഗങ്ങളും സാക്ഷികളായി നിൽക്കെ ആയുധങ്ങൾ കത്തിയമർന്നു. തുർക്കിക്ക് പുറമെ ഇറാഖിലും സിറിയയിലും ഇറാനിലുമായി വ്യാപിച്ചിരിക്കുന്ന കുർദിഷ് പോരാട്ടങ്ങളിൽ ഈ നിരായുധീകരണത്തിന്റെ അലയൊലികൾ ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇക്കഴിഞ്ഞ മെയ് മാസത്തിലാണ് ചരിത്രപരമായ ദൗത്യം പൂർത്തിയായെന്ന പ്രഖ്യാപനത്തോടെ കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടി പിരിച്ചുവിടുന്നത്. ഇനി ജനാധിപത്യ രാഷ്ട്രീയത്തിലൂടെ കുർദ് വിമോചനം സാധ്യമാകും എന്നായിരുന്നു അബ്ദുള്ള ഒജലാന്റെ ആഹ്വാനം. 1999 മുതൽ ഇസ്താംബൂളിന്റെ തെക്കു പടിഞ്ഞാറുള്ള ദ്വീപിൽ ഏകാന്ത തടവിലാണ് PKK സ്ഥാപകൻ അബ്ദുള്ള ഒജലാൻ. നിരായുധീകരണത്തിന് സർക്കാരിന്റെയും പാർലമെന്റിന്റെയും പിന്തുണയും സംരക്ഷണവും ഒജലാൻ ആവശ്യപ്പെട്ടിരുന്നു. തുർക്കി ജനസംഖ്യയുടെ 20% വരുന്ന കുർദുകൾക്ക് സ്വയംഭരണാവകാശം ആവശ്യപ്പെട്ടുകൊണ്ടാണ് 1984 കുർദിഷ് വർക്കേഴ്സ് പാർട്ടി ആയുധമെടുക്കുന്നത്. 90കളോടെ ശക്തമായ പോരാട്ടം. 93ലും 2011ലും വെടിനിർത്തലിന് ശ്രമം നടന്നെങ്കിലും പരാജയപ്പെട്ടു. പിന്നീട് 2013 വെടിനിർത്തൽ പ്രഖ്യാപിച്ച് തുർക്കിയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ ആഹ്വാനം ചെയ്തു ഒജലാൻ. 2015 കുർദുകൾക്ക് ജനാധിപത്യപരവും ഭാഷാപരവുമായ അവകാശങ്ങൾ ഉറപ്പാക്കുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഡോൾമെ ഫേസ് ഉടമ്പടി ഉണ്ടായത്. എന്നാൽ ദിയാർബക്കീർ ഉൾപ്പെടെ കുർദിഷ് ആധിപത്യമുള്ള തെക്കുകിഴക്കൻ നഗരങ്ങളിൽ സംഘർഷം തുടരുകയും വെടിനിർത്തൽ പരാജയപ്പെടുകയും ചെയ്തു. 40,000-ലധികം പേർ കൊല്ലപ്പെട്ട തുർക്കി കുർദ് സംഘർഷങ്ങളിലെ പരാജയപ്പെട്ട സമാധാന ശ്രമങ്ങളിൽ ഒടുവിലത്തേതായിരുന്നു അത്. PKK ആയുധം താഴെ വെക്കുന്നതുവരെ ചർച്ചകൾ മുന്നോട്ടു പോകില്ലെന്ന് തുർക്കി ഭരണകൂടം പ്രഖ്യാപിച്ചു. വടക്കൻ ഇറാഖിലെ പർവ്വത നിരകളിലേക്ക് പിന്മാറേണ്ടി വന്ന PKKയുടെ താവളങ്ങൾ തുർക്കി വ്യോമസേന ലക്ഷ്യമിട്ടു. സിറിയയിലെ കുർദിഷ് നേതൃത്വത്തിലുള്ള സേനയെയും ലക്ഷ്യമിട്ട് നിരവധി സൈനിക നീക്കങ്ങൾ നടന്നു. തുർക്കിക്കുള്ളിലെ ഒറ്റപ്പെട്ട ആക്രമണങ്ങളിൽ PKK ഒതുങ്ങി. ഒടുവിൽ എർദോഗന്റെ പ്രധാന സഖ്യകക്ഷിയും വലതുപക്ഷ നേതാവുമായ ഡവലൈറ്റ് ബാച്ചിലിയുടെ ഭീകരവിരുദ്ധ തുർക്കി ഫോർമുലയുടെ ഭാഗമായി നടന്ന ചർച്ചകളാണ് PKKയുടെ നിരായുധീകരണം സാധ്യമാക്കിയത്. പ്രതിപക്ഷത്തെ കുർദിഷ് അനുകൂല DEM പാർട്ടിയുടെ ശക്തമായ ഇടപെടലും ഇതിലുണ്ടായി. ജനാധിപത്യ രാഷ്ട്രീയത്തിലേക്കുള്ള PKKയുടെ പരിവർത്തനത്തിന് നിയമപരമായ ഉറപ്പുകൾ ആവശ്യമാണെന്ന് ഒജലാനും കുർദിഷ് അനുകൂല DEMഉം ആവശ്യപ്പെടുന്നു. 26 വർഷത്തെ ഏകാന്ത തടവിൽ നിന്ന് ഒജലാനെ മോചിപ്പിക്കണമെന്ന ആവശ്യവും ഇതിനൊപ്പം ഉയർന്നെങ്കിലും ഇക്കാര്യത്തിൽ എർദോഗൻ സർക്കാർ ഇതുവരെ നിലപാടെടുത്തിട്ടില്ല. PKKയുടെ നിരായുധീകരണം രാഷ്ട്രീയ വിജയമായി കാണുന്ന എർദോഗന് 2028 തെരഞ്ഞെടുപ്പിൽ കുർദ് പിന്തുണ നേടാനുള്ള അവസരം കൂടിയാണ് ഇത്. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.